ഹായ് ഓൾ, എല്ലാവർക്കും യൂണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ LP-UP ഇൻ്റർവ്യൂ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം 2020 പാർട്ട് 2 ആണ്. അപ്പോൾ ഇതോടുകൂടി ഏകദേശം നമ്മുടെ NPE 2020 ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏകദേശം ഒരു 99% അല്ലെങ്കിൽ 95% ടോപ്പിക്ക് നമ്മൾ കവർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. NPE 2020 പ്രധാന ശുപാർശകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അത് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഒരു വിദ്യാഭ്യാസ നയം വരുമ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ അധ്യാപകരാകാൻ പോകുന്നവർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള സംസ്ഥാന ചെലവ് GDPയുടെ 6% വർദ്ധിപ്പിക്കണം. അപ്പോൾ GDPയുടെ എത്ര ശതമാനമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനുള്ള സംസ്ഥാന ചെലവ് വർദ്ധിപ്പിക്കേണ്ടത്? 6%. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിദ്യാഭ്യാസത്തിനുള്ള സംസ്ഥാന ചെലവ് GDPയുടെ 6% വർദ്ധിപ്പിക്കണം. അതുപോലെ 5ാം ക്ലാസ് വരെ എല്ലാ സ്കൂളുകളിലും മാതൃഭാഷ നിർബന്ധമാക്കണം. അല്ലേ? 5ാം ക്ലാസ് വരെ പഠനം എന്തിലായിരിക്കണം? മാതൃഭാഷയിലായിരിക്കണം. വേണമെങ്കിൽ അത് നമുക്ക് 8ാം ക്ലാസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ അത് 8 വരെ എന്നുള്ളത് അത് നിർബന്ധമല്ല. പക്ഷെ 5 വരെ എന്നുള്ളത് നിർബന്ധമാണ്. സെക്കൻഡറി തലം മുതൽ വിദേശ ഭാഷയും സംസ്കൃതവും ഒക്കെ പഠിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് ആ ഒരു സ്ട്രക്ചർ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ 10+2 അല്ലെ 10+2, അതായത് 10 വരെ, പിന്നെ അത് കഴിഞ്ഞ് +1 +2 എന്നുള്ള ഘടന മാറ്റി പുതിയ ഘടന നിലവിൽ വരുന്നു. 5+3+3+4 അല്ലെ? എല്ലാവർക്കും അറിയാലോ, 5+3+3+4 ആണ് നമ്മുടെ പുത്തൻ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന എഡ്യൂക്കേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനെ ഓരോ സ്റ്റേജുകളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ആദ്യത്തേത് ഫൗണ്ടേഷണൽ സ്റ്റേജ്. അപ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് കേട്ടോ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ഈ ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത് നമ്മുടെ 3 വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉൾപ്പെടെ, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെയാണ് കേട്ടോ 5 വർഷം വരുന്നത്. നമ്മുടെ പ്രീ KG, LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 ഇത്രയുമാണ് നമ്മുടെ 5 വർഷത്തേതിൽ ഉൾപ്പെടുന്നത്. അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അതിൽ വരുന്നത് നമ്മുടെ 3 മുതൽ 5 ക്ലാസ് വരെയാണ്. ആ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിൽ വരുന്നത് 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ. ദെൻ മിഡിൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ. 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ. അടുത്തത് സെക്കൻഡറി സ്റ്റേജ് നമ്മുടെ 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് വരുന്നത്. അതിൽ നമ്മുടെ 9th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേജും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ ക്ലാസ്സുകളാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നും കൂടെ ഓർത്തിരിക്കണം. ഇനി അടുത്തത്, ഈ വിഭജനത്തിൽ നാം ഇതുവരെ ശ്രദ്ധ നൽകാതിരുന്ന 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മാനസിക വികസനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് നൽകുന്നത് 1ാം ക്ലാസ് മുതലായിരുന്നു. പക്ഷേ നമ്മുടെ പുത്തൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പുത്തൻ വിദ്യാഭ്യാസ നയമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ മാനസിക വികസനത്തെ കൂടി സ്കൂൾ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ NPE 2020 ശ്രമിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ അധ്യയന വർഷവും പരീക്ഷകളില്ല, മറിച്ച് 3, 5, 8 ക്ലാസ്സുകളിൽ മാത്രമേ പരീക്ഷയുള്ളൂ. അല്ലേ? 3ാം ക്ലാസ്സിനും 5ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും മാത്രമേ പരീക്ഷയുള്ളൂ. ബാക്കി ക്ലാസ്സുകൾക്കൊന്നും തന്നെ എന്തില്ല, പരീക്ഷ വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി ക്ലാസ്സുകൾക്ക് നമ്മുടെ CCE ഇല്ലേ, നമ്മുടെ മറ്റു വർഷങ്ങളിലേതുപോലെ നിരന്തര മൂല്യനിർണ്ണയ ശൈലിയിലേക്ക് മാറും. അത് ബാക്കി ക്ലാസ്സുകളിൽ CCEക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ കുട്ടികളുടെ വിമർശനാത്മക ചിന്തയെയും ആശയപരമായ വ്യക്തതയും അതുപോലെയുള്ള ഉയർന്ന തരം കഴിവുകളെയും പരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടുത്തത്, വിദ്യാർത്ഥികളുടെ കരിക്കുലം ഭാരം കുറയ്ക്കുക. അല്ലേ? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. നമ്മുടെ യശ്പാൽ കമ്മിറ്റി അന്ന് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യുക, കരിക്കുലം ഭാരം എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതുപോലെ ബഹുഭാഷാ കഴിവുകളിൽ പ്രാവീണ്യം നേടാൻ കുട്ടികളെ സഹായിക്കുക.
കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് എബിലിറ്റി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. എങ്ങനെയാണ് അടുത്ത്? കല, ശാസ്ത്രം, പാഠ്യം, പാഠ്യേതരം, തൊഴിൽ, അക്കാദമിക് സ്ട്രീം എന്നിവ തമ്മിൽ കർശനമായ വേർതിരിവില്ല. അതായത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി എംഫിൽ കോഴ്സുകൾ എന്ത് ചെയ്യും? നിർത്തലാക്കും. എംഫിൽ കോഴ്സുകൾ നിർത്തലാക്കും. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്നതിനായി ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിക്കും. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നിയന്ത്രിക്കുന്നതിനായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അല്ലെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്ത് ചെയ്യണം? രൂപീകരിക്കണം. അതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് HECI എന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് അർത്ഥം. അതിന് 4 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓരോന്നും ഏതാണെന്ന് നോക്കാം. ഒന്ന്, ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ. അതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ. രണ്ടാമത്തേത് പൊതുവിദ്യാഭ്യാസ കൗൺസിൽ. അത് അതിന്റെ ക്രൈറ്റീരിയ, മാനദണ്ഡം മുന്നോട്ട് വെക്കുന്നു. മൂന്നാമത്തേത് ഉന്നത വിദ്യാഭ്യാസ ഗ്രാൻഡ് കൗൺസിൽ അല്ലെ ഹയർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? ധനസഹായം നൽകുക, ഗ്രാൻഡ് നൽകുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന ദൗത്യം. നാലാമത്തേത് ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിൽ. അതെന്ത് ചെയ്യുന്നു? അംഗീകാരം നൽകുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് 4 ഉപവിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ, പൊതുവിദ്യാഭ്യാസ കൗൺസിൽ, ഉന്നത വിദ്യാഭ്യാസ ഗ്രാൻഡ് കൗൺസിൽ, ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിൽ. അപ്പോൾ ഇത് 4 ഓർത്തിരിക്കുക. ഇനി 15 വർഷം കൊണ്ട് എല്ലാ കോളേജുകൾക്കും എന്ത് നൽകണം? സ്വയംഭരണ പദവി നൽകണം. 15 വർഷം കൊണ്ട് എല്ലാ കോളേജുകൾക്കും സ്വയംഭരണ പദവി. അതുപോലെ വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകണം. വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ എന്ത് നൽകണം? പ്രവർത്തനാനുമതി നൽകണം. കോളേജ്, സർവകലാശാല തുടങ്ങിയവയുടെ പ്രവേശനത്തിന് NTA പൊതുപരീക്ഷ നടപ്പിലാക്കും അല്ലെ. നാഷണൽ ടെസ്റ്റ് ഏജൻസി നടപ്പിലാക്കുന്ന പൊതുപരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം കോളേജുകളിലും സർവകലാശാലകളിലും പ്രവേശനം നൽകേണ്ടത്. മാനവ വിഭവശേഷി മന്ത്രാലയം ഇനി മുതൽ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നറിയപ്പെടും. അപ്പോൾ മാനവ വിഭവശേഷി മന്ത്രാലയം ഇനി മുതൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേരിൽ അറിയപ്പെടും. അതുപോലെ അംഗനവാടി അധ്യാപകർ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ECT എന്നാണ്, ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ. ഇനി നമ്മുടെ അംഗനവാടി ടീച്ചറെ എന്നല്ല നമ്മൾ വിളിക്കേണ്ടത്, ECT ആണ് അല്ലെ, ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചറാണ്. ഇനി NPE 2020 പ്രകാരം ദേശീയ തലത്തിൽ സ്കൂൾ അധ്യാപകർക്ക് നൽകുന്ന ഗുണനിലവാര സൂചിക ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനും ഇത് ചോദിച്ചിരുന്നു. NPE 2020 പ്രകാരം ദേശീയ തലത്തിൽ സ്കൂൾ അധ്യാപകർക്ക് നൽകുന്ന ഗുണനിലവാര സൂചിക അറിയപ്പെടുന്ന പേരെന്താണ്? NPST, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ അല്ലെ. NPST എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അതിന്റെ ഫുൾ ഫോമും അറിയുക, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ. ഇനി അതുപോലെ സർ, മാഡം വിളികളൊക്കെ നിർത്തലാക്കി എല്ലാവരും ടീച്ചർ എന്ന കോമൺ ഒരു നെയിമിൽ വിളിക്കുക. ഇനി അതുപോലെ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എത്ര വർഷമാണ്? തെറ്റിക്കരുത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാണ്. അതിൽ ആദ്യത്തെ വർഷം കുഞ്ഞ് നഴ്സറിയിലിരിക്കുന്നു അല്ലെ, നമ്മുടെ PKG പോലെ. അടുത്ത വർഷം LKG, അടുത്ത വർഷം UKG. ഈ 3 കൂടെ ചേർന്നിട്ടാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആകുന്നത്. അതുപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, NPE 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത എന്നാൽ നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് 1 വർഷം ഡിപ്ലോമ കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് 10ാം ക്ലാസ്സോ +2 ഒന്നും അടിസ്ഥാന യോഗ്യതയില്ലാതെ നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യുക? 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പൂർത്തീകരിക്കാനാണ് നമ്മുടെ NPE 2020 മുന്നോട്ട് വെക്കുന്ന ശുപാർശ. അതുപോലെ NPE 2020 നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കർണാടകയാണ് NPE 2020 ആദ്യമായി നടപ്പിലാക്കിയത്. പുത്തൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പാഠ്യപദ്ധതികളുടെ മാർഗരേഖ പ്രകാശനം ചെയ്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇപ്പോൾ പുത്തൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പാഠ്യപദ്ധതികളുടെ മാർഗരേഖ പ്രകാശനം ചെയ്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് പ്രഭാത് പട്നായിക് കമ്മീഷൻ. അപ്പോൾ പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? പ്രഭാത് പട്നായിക് കമ്മീഷനാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ ഇത്രയും.
ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ NPE 2020 തുടങ്ങുവാൻ നിർദ്ദേശിച്ച മറ്റു സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ NPE 2020 കുറച്ച് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ നിർദ്ദേശിക്കുന്നു. ഏതൊക്കെയാണ്? അതാണ് പരാഖ്. ഏതാണ്? പരാഖ്, പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇപ്പോൾ പരാഖിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക. പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അടുത്ത ദേശീയ ഗവേഷണ ഫൗണ്ടേഷൻ തുടങ്ങാനായിട്ട് നിർദ്ദേശിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ സോൺസ്, ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട്, ദേശീയ മെന്റിംഗ് മെഷീൻ, അതുപോലെ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, നാഷണൽ മിഷൻ ഫോർ ബേസിക് ലിറ്ററസി, ദേശീയ വിദ്യാഭ്യാസ സാങ്കേതിക ഫോറം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻ്റർപ്രട്ടേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുവാനായിട്ട് NPE 2020 നിർദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് പ്രഭാത് പട്നായിക് കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ പുത്തൻ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പാഠ്യപദ്ധതികളുടെ മാർഗരേഖ പ്രകാശനം ചെയ്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ആരാണ്? നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് ഓർത്തിരിക്കുക. ആദ്യമായിട്ട് NPE 2020 നടപ്പിലാക്കിയത് കർണാടകയാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എത്ര വർഷമാണെന്ന് ഓർത്തിരിക്കുക, അത് മാറിപ്പോകരുത്. അതുപോലെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അംഗനവാടി ടീച്ചേഴ്സ് അറിയപ്പെടുന്ന പേര് ECT, ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചർ. അതുപോലെ NPST എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത് മുന്നോട്ട് വയ്ക്കുന്ന എന്തൊക്കെയാണ് ശുപാർശകൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ 5+3+3+4 സ്ട്രക്ചറിൽ ഓരോന്നും ഏതൊക്കെ ഏജിലാണ് ഏതൊക്കെ ക്ലാസ്സിലാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. പിന്നെ GDPയുടെ 6% എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ പുത്തൻ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 സംബന്ധിച്ച ഏകദേശം എല്ലാ പോയിന്റ്സും ഞാൻ കവർ ആക്കിയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആകും. അതുപോലെ എനിക്കും മിസ്സായിട്ടുള്ള പോയിന്റ്സ് കിട്ടുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിനു വേണ്ടി ബൈഹാർട്ടാക്കി പഠിക്കേണ്ട, മനസ്സിലാക്കി ഇത് പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.